ഇവിടെ ഒരു പ്രതിപക്ഷത്തിൻ്റെ വലിയ ശബ്ദമായ ഒരാളുണ്ടായിരുന്നു. അറിയോ ആരാന്ന്? ശ്രീമാൻ മോദിജി. ഇങ്ങനെ UPA ഗവൺമെൻറ് ഇങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മൻമോഹൻ ഗവൺമെൻറ്റിനൊക്കെ എതിരെ ഇങ്ങനെ വലിയ ശക്തമായി ഒരു ശബ്ദമായി ഇങ്ങനെ മോദി നിന്ന ഒരു കാലമുണ്ട്. അന്നത്തെ 2 ചോദ്യങ്ങളെ ഇങ്ങനെ തികട്ടി വരിക. എന്താണ് ആ ചോദ്യം? ചോദ്യം നമ്പർ 1, റിസർവ് ബാങ്ക് നിങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന റിസർവ് ബാങ്കിൽ നിന്ന് എങ്ങനെയാണ് പണം ഭീകരവാദികളിലേക്ക് പോകുന്നത്? നിങ്ങൾ റിസർവ് ബാങ്ക് കൈയാളുമ്പോൾ ഭീകരവാദികൾക്ക് ഇന്ത്യയിൽ ആക്രമണം നടത്താനുള്ള സകല സാമ്പത്തിക സഹായങ്ങളും പോകുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ടാണെന്ന് ഉറപ്പല്ലേ? ചോദ്യം നമ്പർ 2, ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയമായ സുരക്ഷ, ഈ രാജ്യത്തിൻ്റെ അതിർത്തികളിൽ കണ്ണു നട്ടിരിക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഗവൺമെൻറ് നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ നാട്ടിൽ ഇങ്ങനെ സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് വന്ന് താജ് ഹോട്ടൽ മുംബൈ ഭീകരാക്രമണം ഇങ്ങനെ നടത്തിയിട്ട് പോകുമ്പോൾ അതിനൊരു അഭിപ്രായം, അതിനൊരു ശക്തമായി നിങ്ങൾ പ്രതികരിക്കേണ്ടവരല്ലേ? നിങ്ങൾ അതിന് ആൻസർ പറയേണ്ടവരല്ലേ? എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ ആഭ്യന്തരമന്ത്രിയെ കൊണ്ടുപോലും രാജിവെപ്പിക്കുന്ന രീതിയിലുള്ള കടന്നാക്രമണമായിരുന്നു മോദിയും അന്നത്തെ പ്രതിപക്ഷ ഹാൻഡിലുകളുടെ മുമ്പിൽ നിന്നവരെല്ലാം നടത്തിയിരുന്നത്. ഇന്നൊരു ചോദ്യം നമ്മൾ ചോദിച്ചാൽ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചല്ലോ, റാഫേൽ വിമാനങ്ങൾ എത്ര എണ്ണമാണ് പാകിസ്ഥാന്റെ ആക്രമണത്തിൽ തകർന്നതെന്ന് പറ. പാകിസ്ഥാന്റെ ശബ്ദം കേട്ടില്ലേ? പാകിസ്ഥാന്റെ ശബ്ദം രാഹുലിന്, പാകിസ്ഥാന്റെ ബോഡി ലാംഗ്വേജ് രാഹുലിന്. പാകിസ്ഥാൻകാരനാണോ ഇനി പുള്ളി? രാഷ്ട്രീയമായ കാര്യങ്ങൾ ചോദിക്കേണ്ടതിന് പകരം രാജ്യദ്രോഹം ചെയ്യുന്നു. ഈ ദേശീയ മാധ്യമങ്ങൾ, ഇന്റർനാഷണൽ ഹാൻഡിലുകളെല്ലാം ഇന്ത്യക്ക് വലിയ തിരിച്ചടി ഉണ്ടായി എന്ന് പറയുമ്പോൾ ടെക്നിക്കലി റാഫേൽ വിമാനങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ ചർച്ചകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയകളിലും ഇങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ നടക്കുമ്പോഴാണ് ഇന്ത്യയുടെ മുഖച്ഛായ നിലനിർത്താൻ പറ്റുന്ന ശക്തമായ രീതിയിൽ ഇന്ത്യക്ക് പറയാൻ കോൺഫിഡൻസ് ഉണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന്. ഒരു റാഫേൽ വിമാനം പോലും തകർന്നിട്ടില്ല, നമുക്ക് വലിയ രീതിയിലുള്ള ആയുധ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അത് പറയണ്ടേ? അത് പറയേണ്ടതിന് പകരം പാകിസ്ഥാന്റെ ശബ്ദത്തോട് ചേർന്ന് നിൽക്കുന്ന ശബ്ദ മാധുര്യം എന്ന് പറഞ്ഞ് രാഹുലിനെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുകയല്ലല്ലോ വേണ്ടേ? രാഹുൽ ഗാന്ധി കാണിക്കുന്ന ഈ ഒരു ധൈര്യം നമുക്ക് എടുത്തു പറയേണ്ടതാണ്. ശക്തമായി അദ്ദേഹം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. 78 രാജ്യങ്ങൾ, ഏകദേശം 87ഓളം വിദേശ സന്ദർശനങ്ങൾ മോദി വിശ്വഗുരു പട്ടം നേടിയെടുക്കാൻ വേണ്ടി 2014 മുതൽ ആസ് ഓൺ ഡേറ്റ് വരെ നോക്കുമ്പോൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വിശ്വഗുരു പട്ടം നേടി ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഇന്ത്യയുടെ മാനം, മാന്യത ഒക്കെ ഇങ്ങനെ ഉയർത്തി കാണിക്കാൻ വേണ്ടിയാണല്ലോ ഇത് പോയത്. പാകിസ്ഥാനെ കരിമ്പട്ടികയിൽ കയറ്റാൻ പറ്റുമോ? ഒരു വിദേശ സംഘത്തെ, പ്രതിനിധി സംഘത്തെ ഇങ്ങനെ നിയോഗിച്ച് അവർ പോയി ഇനി ഓരോ രാജ്യത്തും പറയണം ഇന്ത്യയുടെ സ്റ്റാൻഡ്, ഇന്ത്യ എന്തുകൊണ്ട് സിന്ദൂർ നടത്തി, ഇന്ത്യക്ക് എന്താണ് നഷ്ടം സംഭവിച്ചത്, ഇന്ത്യക്ക് എന്താണ് ഇന്ത്യ മറുപടി പറയാൻ ആഗ്രഹിച്ചത്, ലോകരാജ്യങ്ങൾ പാകിസ്ഥാനോട് എത്തരത്തിലുള്ള സമീപനമാണ് വെച്ചു പുലർത്തേണ്ടത് എന്നെല്ലാം. ഇതെല്ലാം ഒരു വിശ്വഗുരു പ്രധാനമന്ത്രിയായിരിക്കുന്ന നാട്ടിലാണെന്ന് ഓർക്കണം. ഈ വിശ്വഗുരുവിന് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി കൃത്യമായി പറയുമ്പോൾ ഇന്ത്യയുടെ പിന്നിൽ ചങ്ങലയിട്ട ഇങ്ങനെ കണ്ണികൾ പോലെ ലോകരാജ്യങ്ങൾ ഒരുമിക്കണ്ടേ? കാരണം 87ഓളം സന്ദർശനങ്ങൾ, 78 രാജ്യങ്ങൾ, കോടികൾ മുടക്കി ഈ കഴിഞ്ഞ ഒരു ദശകം മൊത്തം നമ്മുടെ പ്രധാനമന്ത്രി സഞ്ചരിച്ച് നേടിയെടുത്ത പട്ടാണേ. BJP സംഘപരിവാർ കൂട്ടങ്ങൾ പറയുന്ന കാര്യമാണേ. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾ മുഴുവനും ഇന്ത്യയോട് വലിയ രീതിയിൽ ഒന്നിച്ചു വരണം. വലിയ രീതിയിൽ ഇന്ത്യയുടെ സ്റ്റാൻഡിനൊപ്പം നിന്ന് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ലോകരാജ്യങ്ങളിൽ നിന്ന് ഒറ്റ ശബ്ദമായി ഉണ്ടാകണം. ഇതൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഇന്ത്യക്ക് എന്തു സംഭവിച്ചു എന്നുള്ളതിൽ വ്യക്തതയില്ല. ചോദിക്കുമ്പോൾ രാജ്യദ്രോഹ കുറ്റം. അതിനുവേണ്ടി ഇനി ഇന്ത്യക്ക് എന്തൊക്കെയാണ് ഇന്ത്യ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പാകിസ്ഥാനെ എത്തരത്തിൽ ഒറ്റപ്പെടുത്തണം ലോക സാമൂഹിക ക്രമത്തിൽ എന്നുള്ളതിനകത്തൊക്കെ ഇനി ചെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഒരു നിലപാട് ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഈ കോടിക്കണക്കിന് കാശും ഈ രാജ്യങ്ങൾ മുഴുവൻ ഈ നമ്മുടെ ഗുരു സന്ദർശിച്ചതൊക്കെ ഇപ്പൊ വെറുതെ ആയോ? ഇതെന്താണ്? ഇതൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു.